ഷുഗർ കുറയ്ക്കുന്നതിന് നല്ലൊരു ഡ്രിങ്കാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഷുഗർ തുടക്കക്കാർക്കും പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്നവർക്കും ഇൻസുലിൻ എടുക്കുന്നവർക്കുമൊക്കെ വളരെ നല്ല ഇഫക്റ്റീവായ റെമഡിയാണ്. എത്രത്തോളം പഴക്കമുള്ള ഷുഗറാണെങ്കിലും ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിലൂടെ നോർമൽ ലെവലിലേക്ക് ഷുഗർ ലെവൽ എത്തിക്കാൻ സാധിക്കും. ഇതുമാത്രമല്ല, ഒരുപാട് ഗുണങ്ങൾ ഇത് കുടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഈ വെള്ളം തിളപ്പിക്കാനായി വയ്ക്കുക. തിളയ്ക്കാൻ വേണ്ടി ഫ്ലെയിം കൂട്ടി വെച്ചിരിക്കുകയാണ്. വെള്ളം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തിള വരുന്നതിന് മുൻപ് ഇതിലേക്ക് 15 ഗ്രാം അർജുന ഇട്ട് കൊടുക്കുക. അർജുൻ ചാൽ അല്ലെങ്കിൽ നീർമരുത്, അർജുന എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് ആയുർവേദ പച്ചമരുന്ന് കടകളിൽ നിന്ന് ലഭിക്കും. ഇല്ലെങ്കിൽ ഓൺലൈനായി വാങ്ങിക്കുക. കേരളമടക്കം ഇന്ത്യയിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് നീർമരുത്. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിന് ഇത് വളരെ നല്ലതാണ്. ഇനി കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സ്ട്രോക്ക് വരുന്നത് തടയുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് അർജുന. ഇതുമാത്രമല്ല, ഷുഗറുള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അർജുന. ഇത് രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസിൻ്റെ ആഗിരണം വർദ്ധിപ്പിക്കുകയും ഇതുമാത്രമല്ല, ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ തടയുകയും ചെയ്യുന്നത് മൂലമാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കാൻ സാധിക്കുന്നത്. ഇതിന് ആൻറ്റിമൈക്രോബിയൽ ഗുണങ്ങളുണ്ട്. ഇനി സ്റ്റൊമക് അൾസർ കുറയ്ക്കുന്നതിനുമൊക്കെ നല്ലൊരു മരുന്ന് കൂടിയാണ് അർജുന. അസിഡിറ്റി കുറയ്ക്കുന്നതിനും എല്ലുകൾക്ക് ബലം കൂട്ടുന്നതിനുമൊക്കെ അർജുന വളരെ നല്ലതാണ്. സ്കിൻ പ്രോബ്ലംസ് കുറയ്ക്കുന്നതിനും എത്ര പഴകിയ ചുമ കുറയ്ക്കുന്നതിനുമൊക്കെ അർജുൻ ചാൽ അല്ലെങ്കിൽ അർജുന വളരെ നല്ലതാണ്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് മല്ലി. 1 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. മല്ലിക്ക് പകരം മല്ലിപ്പൊടി എടുക്കരുത്, മല്ലി തന്നെ വേണം. മല്ലിയിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. കൂടാതെ ചില സമയത്ത് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് കൂടുകയോ അല്ലെങ്കിൽ തീരെ കുറയുകയോ ചെയ്യുന്നത് തടയാൻ സഹായിക്കുന്ന ഒന്നാണ് മല്ലി. ഇതുമാത്രമല്ല, പ്രമേഹമുള്ളവരിൽ ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഈ ഇൻസുലിൻ ശരിയായി ഉപയോഗിക്കാൻ ശരീരത്തെ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ ഉപയോഗപ്പെടുത്താൻ പാൻക്രിയാസ് നിർമ്മിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. പാൻക്രിയാറ്റിക് ബീറ്റ കോശങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന ഇൻസുലിൻ ഫലപ്രദമായി നിയന്ത്രിക്കാൻ മല്ലിക്ക് കഴിയുമെന്ന് US നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നുണ്ട്. മല്ലിയിലെ പോഷകങ്ങൾ ഗ്ലൂക്കോസ് ഉപയോഗത്തെ ഉത്തേജിപ്പിക്കുകയും ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് കറുവപ്പട്ട. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയതാണ് കറുവപ്പട്ട. ഷുഗർ കുറയ്ക്കുന്നതിനോടൊപ്പം ദഹനക്കേട് പരിഹരിക്കുന്നതിനും ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും തടി കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കറുവപ്പട്ട. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമുള്ളതിനാൽ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് കറുവപ്പട്ട. ഷുഗറുള്ളവർക്ക് കൊളസ്ട്രോൾ ഉണ്ടാകും. LDL എന്ന ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും HDL എന്ന ഗുഡ് കൊളസ്ട്രോൾ കൂട്ടുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് കറുവപ്പട്ട. ഇതിനു പുറമെ ഷുഗറുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസായ ചർമ്മത്തിൻ്റെ വരൾച്ച, ചൊറിച്ചിൽ, ചർമ്മത്തിനുണ്ടാകുന്ന ചുവപ്പ്, വീക്കം എന്നിവ കുറയ്ക്കുന്നതിനുമൊക്കെ കറുവപ്പട്ട വളരെ നല്ലതാണ്. ഈ വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കുക. 1.5 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ്സായി മാറുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക, കുടിക്കുക. ഈ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് നല്ലത്. ഈ വെള്ളം കുടിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവൂ. ഷുഗർ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും മാത്രമല്ല, കോൾഡും ചുമയും മാറുന്നതിനും എല്ല് തേയ്മാനം കുറയ്ക്കുന്നതിനും മൈഗ്രെയിൻ കുറയ്ക്കുന്നതിനും സ്ത്രീകൾക്ക് പീരിയഡ്സ് പ്രോബ്ലംസ് കുറയ്ക്കുന്നതിനും വെജൈനൽ ഇൻഫെക്ഷൻസ്, UTI ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നതിനുമൊക്കെ ഈ ഒരു ഡ്രിങ്ക് ഇതുപോലെ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, നല്ല ഇഫക്റ്റീവായ നല്ലൊരു ഡ്രിങ്കാണിത്. 10 ദിവസം കുടിക്കുമ്പോൾ തന്നെ ഷുഗറും കൊളസ്ട്രോളുമൊക്കെ നല്ലതുപോലെ കുറയ്ക്കാൻ സാധിക്കും. ഷുഗറിന് മരുന്ന് കഴിക്കുന്നവരും ഇൻസുലിൻ എടുക്കുന്നവരുമൊക്കെ ഷുഗർ ലെവൽ താണു പോകാതെ നോക്കണം.
ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതിനോടൊപ്പം ഡയറ്റിലും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലൊരു ഡ്രിങ്ക് നിങ്ങൾ തയ്യാറാക്കി കുടിക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്